ഞാൻ ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ ശ്രീ സാബു കണ്ണാട്ടിന്റെ അരികിലാണ്. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം അറിയാവുന്ന ഒരു കർഷകനാണ്. ഒരു കൊക്കോ മരത്തിൽ തന്നെ 2 തരത്തിലുള്ള കൊക്കോ പഴങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഏതിനാ? അത് ട്രീസ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് ഈ കാണുന്നതോ? ഇത് മംഗോ വെറൈറ്റി. ഇതെങ്ങനെയാണ് ഇത് താങ്കൾ എന്താ ചെയ്തത്? ഇത് നമ്മൾ ഇവിടെ ഇട്ട് മംഗോ ബഡ് ചെയ്തു. ഈ മംഗോയുടെ ഈ ഏരത്തിൽ ഇവിടെ നമ്മൾ ട്രീസ ബഡ് ചെയ്തു. അത് ശരി. അപ്പൊ ഒന്നിൽ കൂടുതൽ വെറൈറ്റി നമ്മൾ ചെയ്ത് പിടിപ്പിക്കുമ്പോ പിന്നെ കായ്ക്കാനുള്ള ഒരു വാശി കൂടുതൽ കിട്ടുന്നു. അത് ശരി. അപ്പൊ എന്താ പരാണം നടക്കാനുള്ള എളുപ്പം. കൊക്കോയുടെ ഒരു തൂക്കമൊക്കെ എങ്ങനെയാ? മംഗോ കൊക്കോ ഒരു കൊക്കോ തൊണ്ടോട് കൂടി 1,400 വെയിറ്റ് വരും. ഇതോ ട്രീസ? ട്രീസ ആകുമ്പോ ഒരു 700 ഗ്രാം വരെ വരും. അത് ശരി. അപ്പൊ മംഗോ കൊക്കോയേക്കാൾ കുറച്ചുകൂടി ഭാരം കുറവാണ് ട്രീസ. അതെ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ധാരാളം കായ കിട്ടും. അതാണ് ആ കൊക്കോയ്ക്ക് നല്ല ഈ 2 ഒന്നിക്കുള്ള വെറൈറ്റി ഉണ്ടെങ്കിൽ നല്ല കായഫലത്തിനെ പോളിനേഷൻ നടക്കാനൊക്കെ നല്ല എളുപ്പം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത.